അപ്പോൾ നമുക്കൊരു പ്ലേ ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ട സാധനങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസും വേണം, അതേപോലെ തന്നെ കുറച്ച് ടൂൾസും വേണം. അപ്പോൾ വേണ്ട സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ് വേണ്ടത്. ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഷോപ്പ് പോയാൽ മേടിക്കാൻ കിട്ടും. അപ്പം ഒരു ബ്രോൺസ് പ്ലേ ബട്ടണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രോൺസ് സ്റ്റിക്കർ വാങ്ങി, പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാനുള്ള ഒരു ഗോൾഡൻ സ്റ്റിക്കർ, പിന്നെ ഒരു ഫോം ഷീറ്റ്. ഇതെല്ലാം തന്നെ ഒരു സ്റ്റിക്കർ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ എക്സ്ട്രാ ആയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം, എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ്, ഇതും കൂടെ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു പ്ലേ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി ഈ ഒരു വർക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ടൂൾസാണ്. ടൂൾസ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ടൂൾസ് ഒന്നും വേണ്ട. ഒരു സ്കെയില്, പിന്നെ വേണ്ടത് ഒരു കത്തി അല്ലെങ്കിൽ നൈഫ്, പിന്നെ ഒരു ഫ്ലെക്സ് ക്യൂക്ക്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസ് എന്ന് പറയുന്നത്. സോ ഇനി എങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ നിർമ്മിക്കാൻ പറ്റും. സോ അതിലേ പോകാം. സോ നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഫോം ഷീറ്റ് എടുക്കാം. എന്നിട്ട് ഈ ഫോം ഷീറ്റിൽ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രെയിമിൻ്റെ ആ സൈസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതായത് 6'8" ആണ്, 6'8" ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതേ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി അതല്ല എങ്കിൽ, അളവ് അറിയില്ലെങ്കിൽ ഇതിൻ്റെ ഇന്നർ എത്രയാണോ വരുന്നത് അതിൽ ചെയ്താൽ മതി. സോ നമ്മൾ പ്ലേ ബട്ടൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രെയിമിനുള്ളിൽ കൊള്ളുന്ന രീതിയിൽ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഏകദേശം ഈ കോലത്തിനാക്കിയ ശേഷം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ഫിനിഷിങ് കുറവുന്നുണ്ട്. അപ്പോൾ ആ ഫിനിഷിങ് കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എമറി പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഉപയോഗിക്കാം. ചെറിയൊരു പീസ് എടുത്ത് മാറ്റുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി, അത് സ്മൂത്തായി പോകും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്രോൺസ് കളറിലുള്ള മെറ്റാലിക് ബ്രോൺസ് കളറിലുള്ള ഈ സ്റ്റിക്കർ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കറിൻ്റെ ബാക്ക് സൈഡിലുള്ള ബാക്ക് സൈഡിലത്തെ ആ ഒരു പോർഷൻ പതുക്കെ നമ്മളൊരു കൈ ഉപയോഗിച്ചിട്ടോ മറ്റോ നല്ലതാ ഇത്തരത്തിൽ റിമൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം വളരെ സൂക്ഷിച്ച് വേണം അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ മൊബൈലിലൊക്കെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് ഒട്ടിക്കണം. ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഇതേമാതിരിലൊരു സ്ക്യൂസറോ ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ഫിനിഷായിട്ട് നമുക്കിതിനെ ഒട്ടിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെ എക്സസ് വരുന്ന ഭാഗം നമ്മളിങ്ങനെ പുറകോട്ടേക്ക് മടക്കി ഒട്ടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ മുന്നിൽ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വൃത്തി കിട്ടുന്നതാണ്. പുറകെ സൈഡിൽ മടക്കിയിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുക്കുക. പുറകിൽ വൃത്തികേടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാക്ക് സൈഡിൽ പോകുന്നതിനെ കൊണ്ട് അറിയില്ല. കത്തി ഉപയോഗിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. സോ ബ്രോൺസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണുന്ന പ്ലേ ബട്ടൺ കാണാൻ ഈ നടുഭാഗത്ത് ഏകദേശം ഒരു കട്ടിങ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് ആ ഒരു യൂട്യൂബിൻ്റെ ലോഗോ ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലേ ബട്ടൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത് നമുക്ക് ഇത് ഏകദേശം അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിക്സ് ആവുന്നുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുവിലായിട്ട് യൂട്യൂബിൽ ഒരു എംബ്ലം ഉണ്ടാവും, അതായത് ഒരു ത്രികോണം. ആ ഒരു ട്രയാങ്കുലർ കൂടെ നമുക്ക് ഉണ്ടാക്കണം. സോ അതിനുവേണ്ടി ഒരു ചെറിയ ഫോം ഷീറ്റ് ഉണ്ട്, ഇതിനകത്ത് ഒരു ട്രയാങ്കുലർ ഉണ്ടാക്കുക. ഈ സെയിം കളർ തന്നെ ഇതിൻ്റെ മുകളിൽ റാപ്പിംഗ് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കുലറും ഇതേപോലെ നമ്മൾ റാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പുറകു ഭാഗം, അതായത് ഈ ഒരു ഏരിയയിലായിട്ട്
ഗോൾഡൻ കളർ സ്റ്റിക്കർ കൂടെ ചെയ്യണം. സോ അതിനുവേണ്ടി ഒരു ഗോൾഡൻ കളർ സ്റ്റിക്കർ ഉണ്ട്. സോ ഈ ഗോൾഡൻ കളർ നമ്മൾ നേരെ ഇതിൻ്റെ പുറകു വശത്തായിട്ട് അടിക്കും. അപ്പോൾ ഈ ഗോൾഡൻ കളർ അടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് വെച്ച് നോക്കിയിട്ട് ഏകദേശം ഏത് ഭാഗത്തായിട്ട് അടിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. ഏകദേശം ഈ ഒരു ഭാഗത്ത് അടിച്ചാൽ തന്നെ ക്ലിയർ ആവും. അതും നേരത്തെ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം പ്ലേ ബട്ടൻ്റെ കോലത്തിലേ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ട് നമ്മളിത് ഒട്ടിക്കണം. എന്നാലുള്ളത് സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ടുണ്ട്. ഈ ഫ്ലെക്സ് ക്യൂക്ക് ഇതിൻ്റെ മുകളിൽ പതിയെ നമ്മളൊന്ന് ജസ്റ്റ് ഇൻസേർട്ട് കൊടുക്കുക. 4 കോർണേഴ്സിൽ മാത്രം ആക്കിയാൽ മതിയാവും. അത്ര ഇതിന് ആവശ്യം വരുന്നുള്ളൂ. അവിടെ നിന്നോ ഫൈനലി നമ്മൾ പ്ലേ ബട്ടൻ്റെ ഒരു ബേസ് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ള ഫൈനൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ വർക്കുകളാണ്. അപ്പോൾ ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ. അതിലുള്ള പോലെ തന്നെ ആ ഒരു സ്റ്റിക്കറെ നമുക്ക് ഇവിടെ ചെയ്യണം. സോ അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റിക്കർ കട്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. കോറൽ ഡ്രോയിൽ എഡിറ്റ് ചെയ്തിട്ട് ഈ മെഷീൻ പ്ലോട്ടറിൻ്റെ അകത്ത് സ്റ്റിക്കർ കട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റിക്കറിൻ്റെ മുകളിലാണ് ഈ ഒരു പ്രിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. പ്ലോട്ടറിന് ഓണാക്കുക.